Welcome to English class. It's a grammar part, especially question tag part 2. So it's the learning part of 8th, 9th, 10th standards and plus 1, plus 2 classes, and for all other competitive examinations. ഇങ്ങനെ എല്ലാ തരത്തിലും 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പ്ലസ് 1 പ്ലസ് 2 ആകട്ടെ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആകട്ടെ, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പരീക്ഷാ തലത്തിൽ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്. എന്നാൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള സ്പീക്കിംഗ് പേർപ്പസിന് ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്, ഒരു സൂത്രം കൂടിയാണ് ഈ ടാഗ് ക്വസ്റ്റ്യൻ, ടെയിൽ ക്വസ്റ്റ്യൻ. ഇന്നലെ പഠിച്ചു, പ്രസ്താവനകൾ രണ്ട് വിധത്തിലുണ്ടാകും, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നിൽ പറഞ്ഞത് അനുകൂല പ്രസ്താവനയാകും, ഇല്ലെങ്കിൽ പ്രതികൂല പ്രസ്താവനയാകും. അങ്ങനെ വരുമ്പോൾ അനുകൂല പ്രസ്താവനകൾക്ക് നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് ബൈ യൂസിങ് നോട്ട്. പ്രതികൂല പ്രസ്താവനകളിൽ നോട്ടുള്ളത് കൊണ്ട്, നോ എന്നുണ്ടാവുന്നത് കൊണ്ട് അതിനുപയോഗിക്കേണ്ട ടാഗ് പോസിറ്റീവ് ടാഗാണ്, വിതൗട്ട് നെഗറ്റീവ് വേർഡ്. നോ എന്നോ നോട്ടെന്നോ ഉണ്ടാകാൻ പാടില്ല. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സഹായക്രിയയാണ്. അതായത് ഇറ്റ്സ് എ പ്ലേ വിത്ത് ഓക്സിലറീസ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസും ഓക്സിലറീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് മേക്സ് ഇറ്റ് വെരി സിമ്പിൾ. അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ. പിന്നീട് മറ്റൊരു നിയമം നമ്മൾ പഠിച്ചു, പേര് ഉപയോഗിച്ചാണ് പ്രസ്താവന പറയുന്നത്. പക്ഷേ ടാഗിൽ പേര് ഉപയോഗിക്കാൻ പാടില്ല, പകരം പ്രൊനൗൺ ഉപയോഗിക്കണം. അതായത് ഡോണ്ട് യൂസ് നൗൺ ബട്ട് വി ക്യാൻ യൂസ് പ്രൊനൗൺ, ഓർ ഇൻസ്റ്റെഡ് ഓഫ് നൗൺ വി ഹാവ് ടു യൂസ് പ്രൊനൗൺ. അതുമാത്രവുമല്ല, എ ടാഗ് ക്യാൻ ബി ആഡഡ് ഓൺലി വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ടാഗ് ചേർത്തെഴുതുമ്പോൾ അത് പ്രസ്താവനയോട് കൂട്ടി എഴുതണം. കാരണം ടാഗിൻ്റെ കറക്റ്റ്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രസ്താവനയിലെ നേരത്തെ പറഞ്ഞ ആ വസ്തുതകൾ നോക്കിയാണ്. എന്തൊക്കെ വസ്തുതകൾ? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അത് സഹായക്രിയ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാത്രമല്ല നൗണാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത്, സിംഗുലറാണോ പ്ലൂറലാണോ, അതിനുള്ള പ്രൊനൗണാണോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇപ്രകാരത്തിലാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡു. അപ്പോൾ ആദ്യം നമ്മൾ ഡു, ഡസ്, ഡിഡ് ഈ ഗ്രൂപ്പിനെയാണ് ഉപയോഗിക്കുന്നത്. ഓരോരോ എക്സാമ്പിൾ ഓരോന്നിനും ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ഇറ്റ്. ഇത് എഴുതിയെടുക്കണം. മാഷ് പറയാം, കേട്ടോളൂ. എന്നിട്ട് ഇത് എഴുതിയെടുത്ത ശേഷം ആ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാം, ക്ലാസ് ചെയ്യും പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോളൂ. റഹീം ആൻഡ് രത്തൻ, റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ. റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ. വാചകം പൂർണ്ണമായിട്ടില്ല, ടാഗ് ഇടാനുണ്ട്, അതുകൊണ്ട് കോമിട്ടോളൂ. റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ. ഇനി അത് നമുക്ക് ടാഗ് ചേർക്കാം. പ്ലേ ആണ് വേർബ്, അതിൽ അടങ്ങിയിരിക്കുന്നത് ഡു ആണ്, അതുകൊണ്ട് ഡു എടുത്തു. കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, നോ ഇല്ല, അതുകൊണ്ട് നോട്ട് ചേർത്തു, ഡോണ്ട്. റഹീമും രത്തനും ചേർന്ന് പ്ലൂറലാണ്, അതുകൊണ്ട് പ്രൊനൗൺ ചേർത്തു ദേ. വാചകം ഒന്നുകൂടി പറയുന്നു, റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ. ഡോണ്ട് ദേ. റഹീമും രത്തനും നന്നായി കളിക്കുന്നുണ്ട്, ഇല്ലേ? ഇതാണ് ചോദിച്ചത്. റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ. So we got the do form from this word
verb play, and we used the negative term, that is not, and we used they for Rahim and Ratan. മനസ്സിലായല്ലോ? റഹീം ആൻഡ് രത്തൻ പ്ലേ വെൽ, ഡോണ്ട് ദേ. ഇനി നമുക്കൊരു നെഗറ്റീവ് എഴുതാം. പ്രസ്താവന: റിയ ആൻഡ് ലിയ ഡോണ്ട് വർക്ക് ഹാർഡ്. പരീക്ഷ എത്തി, അവരിപ്പോഴും തമാശ കളിച്ച് നടക്കുകയാണ്, അവർ നന്നായിട്ട് അധ്വാനിക്കുന്നില്ല. റിയ ആൻഡ് ലിയ ഡോണ്ട്, എഴുതിക്കോളൂ, റിയ ആൻഡ് ലിയ, LIYA, don't work hard. Riya and Leah don't work hard. Comment ചേർത്തോളൂ. And tag here come. Look here it is negative form. So it is a negative statement. Then the tag must be positive. Do they? Riya and Leah don't work hard. Do they? അപ്പോൾ റിയ ആൻഡ് ലിയ എന്ന രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ ദേ ചേർത്തു. റഹീം ആൻഡ് രത്തൻ എന്ന രണ്ട് പേർക്ക് വേണ്ടി ഇവിടെ നമ്മൾ ദേ ചേർത്തു. നമ്മൾ നിയമം പാലിച്ചു, പ്രസ്താവന കണ്ടു, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, അതിന് നെഗറ്റീവ് ടാഗ് ചേർത്തു. ആ വേർബ് എന്താണെന്ന് കാണാൻ വേണ്ടി പ്ലേയിലേക്ക് നോക്കി, ഡു കിട്ടി, ഡു എഴുതി, നോട്ട് ചേർത്തു, ഡോണ്ട്, വീണ്ടും ഇതാ പ്രൊനൗൺ എഴുതി. റിയ ആൻഡ് ലിയ ദേ. ഇവിടെ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ പ്രസ്താവന തന്നെ നെഗറ്റീവാണ്. അതുകൊണ്ട് ഡു ദേ. നമുക്ക് ഡസിലേക്ക് വരാം. മാർത്ത സ്പീക്സ് ലൗഡ്ലി. മാർത്ത രണ്ടാം ദിവസം പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ പോയിട്ട് നല്ല ഒച്ചത്തിലാണ് സംസാരിച്ചത്. ഒന്നാം ദിവസം സ്മിത്തും ബൂണും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. സ്മിത്ത് വളരെ ഒച്ചത്തിലും ബൂണ് സാവധാനത്തിലും. ഇവിടെ ഇത് ആത്മവിശ്വാസത്തിൻ്റെ ആ കണികയുമായിട്ട് മാർത്ത ഒച്ചത്തിൽ സംസാരിക്കുന്നു. മാർത്ത സ്പീക്സ് ലൗഡ്ലി. സ്പീക്സ് എഴുതിയെടുത്തോളൂ. മാർത്ത speaks loudly. Martha, MRTHA, speaks, SPAKS, loudly, LOUDLY. കൊമേട്ടോളൂ. സഹായകരെ കണ്ടുപിടിച്ചോളൂ. സ്പീക്സിൽ ഡസ് പ്ലസ് സ്പീക്കാണ്. സ്പീക്സ്, ഡസ് പ്ലസ് സ്പീക്ക്. അപ്പം ഡസ് എടുത്തു. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റാണ്, അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ചേർത്തു. ഡസൻറ്റ്. മാർത്തയ്ക്ക് വേണ്ട പ്രൊനൗൺ ചേർത്തു. ഷീ. ഡസൻറ്റ് ഷീ. കിട്ടിയല്ലോ? മാർത്ത സ്പീക്സ് ലൗഡ്ലി. ഡസൻറ്റ് ഷീ. അടുത്തത് 9ാം ക്ലാസ്സിൽ പഠിച്ച മിഖാലി എന്ന ആ കുട്ടിയെ പറ്റിയാണ്. മിഖാലി ഡസൻറ്റ് ഗെറ്റ് എനി ഹെൽപ്പ്. അവൻ ടെൻറ്റുകൾ തോറും അലഞ്ഞു തിരിഞ്ഞു. അവനെ ആരും സഹായിച്ചില്ല, അവനൊരു സഹായം കിട്ടുന്നില്ല. മിഖാലി, MIKALI എഴുതിയെടുത്തോളൂ. MIKALI. മിഖാലി ഡസൻറ്റ് ഗെറ്റ് എനി ഹെൽപ്പ്. കണ്ടോ, നെഗറ്റീവാണ്. ഡസൻറ്റ് ഗെറ്റ് നെഗറ്റീവാണ്. മാത്രമല്ല സഹായക്രിയയും പ്രധാനക്രിയയും മാറ്റി എഴുതി. മിഖാലി ഡസൻറ്റ് ഗെറ്റ് എനി ഹെൽപ്പ്. നമ്മുടെ അഭിപ്രായം പറഞ്ഞു, അവന് സഹായം ലഭിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും മറ്റുള്ളവരുടെ എഗ്രിമെൻറ്റിന് ചോദിക്കുകയാണ്. ഡസ് ഹി കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഒന്നുകൂടി നോക്കൂ. മാർത്ത സ്പീക്സ് ലൗഡ്ലി. ഡസൻ ഷീ? അല്ലേ, അവൾ ഒച്ചത്തിലല്ലേ സംസാരിക്കുന്നത്? ആണ്. മിഖാലി ഡസൻറ്റ് ഗെറ്റ് എനി ഹെൽപ്പ്. മിഖാലിക്ക് സഹായമൊന്നും ലഭിക്കുന്നില്ല. ഉണ്ടോ? അതാണ് ഡസ് ഹി. ഉണ്ടോ? മൂന്നാമത്തേത് ഡിഡാണ്. ആക്ച്വലി ഡിഡ്. ശ്രദ്ധിച്ചെഴുതുക 2 വാചകങ്ങൾ. ഷേക്സ്പിയർ, SHAKESPEARE, SHAKESPEARE. Shakespeare
WROT 36 plays, 36 വിശ്വപ്രസിദ്ധമായ നാടകങ്ങൾ, ഏകദേശം 36 നാടകങ്ങൾ എഴുതിയ മഹത് വ്യക്തിയാണ്, മഹത്തായ എഴുത്തുകാരനാണ്, മഹാനായ എഴുത്തുകാരനാണ് ഷേക്സ്പിയർ. ഷേക്സ്പിയർ wrote 36 plays. ഭൂതകാലമാണ്, അതുകൊണ്ട് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഷേക്സ്പിയർ എടുത്തത്. ഷേക്സ്പിയർ wrote 36 plays. റോട്ടിലെ സഹായക്രിയനെടുത്തു ഡിഡ്. വാചകം എഫിമേറ്റീവായിരുന്നു, അതായത് പോസിറ്റീവായിരുന്നു, അതുകൊണ്ട് നോട്ട് ചേർത്തു. ഡിഡിൻറ്റ്. ഷേക്സ്പിയർ എന്നുള്ള പദത്തിന് വേണ്ടി ഹി ചേർത്തു. ഡിഡിൻറ്റ് ഹി? ഇല്ലേ, അദ്ദേഹം 36 നാടകങ്ങൾ എഴുതിയിട്ടില്ലേ? ഷേക്സ്പിയർ wrote 36 plays. ഡിഡിൻറ്റ് ഹി? ഷേക്സ്പിയർ 36 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലേ? അപ്പോൾ സഹായക്രിയ പ്ലസ് നെഗറ്റീവ് ടേം പ്ലസ് പ്രൊനൗൺ. ഇനി നമ്മുടെ പാഠം തന്നെയാണ് അജക്രോണിൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അജക്രോണിൻ CRONIN. അജക്രോണിൻ ഡിഡൻറ്റ് ഐഡൻറ്റിഫൈ. നമുക്കറിയാം, ഒറ്റനോട്ടത്തിലല്ല കാര്യങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ട് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തില്ല. ആരെ? മിസ്റ്റർ ജോണിനെ. അപ്പോൾ നമ്മൾ പറയുകയാണ്, പാഠത്തിലെ ഭാഗം പറയാണ്, അജക്രോണിൻ ഡിഡൻറ്റ് ഐഡൻറ്റിഫൈ മിസ്റ്റർ ജോൺ. അജക്രോണിന് മിസ്റ്റർ ജോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞുവോ? ഡിഡ് ഹി? കഴിഞ്ഞുവോ? ഡിഡ് ഹി? അപ്പോൾ ഡു, ഡസ്, ഡിഡാണ് നോക്കിയത്. ഒന്നാമത്തെ ഗ്രൂപ്പ് auxiliaries which belongs to പ്രൈമറി ഗ്രൂപ്പ്. ഇവിടുത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ്, പ്രൈമറിയിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ്. ബിയിൽ നിന്നാണ് നമ്മൾ പഠിച്ചതാണ്, ബിയിൽ നിന്നാണ് ആം ഉണ്ടാകുന്നത്, ആർ ഉണ്ടാകുന്നത്, ഈസ് ഉണ്ടാകുന്നത്. ബി എന്ന വാക്കിൻ്റെ രൂപാന്തരങ്ങളാണ് പ്രസൻറ്റ് ആമും ആറും ഈസും. ഇവിടെ മാഷി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യം നെഗറ്റീവാണ് എഴുതിയത് കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. സിമ്പിളാണ്, അതിനേക്കാളും സിമ്പിളാണ് വേഗത്തിൽ. കാരണം ഇവിടെ സഹായക്രിയ പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരെണ്ണം ഇവിടെ മാറ്റി പഠിക്കാനുള്ളത് കൊണ്ടാണ്, നിയമത്തിൽ നിന്നും അല്പം വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇപ്രകാരത്തിൽ എഴുതിയത്. കണ്ടോളൂ, ആ പദം ഏമാണ്. ആം ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. ഐ ആമിൻറ്റ് കറക്റ്റ്. ഐ ആമിൻറ്റ് കറക്റ്റ്. ഞാൻ പറഞ്ഞത് ശരിയല്ല, അതാണ് ഐ ആമിൻറ്റ് കറക്റ്റ്. എൻ്റെ ഉത്തരം ശരിയല്ല, എനിക്കെന്നെ തോന്നുകയാണ്, ഡൗട്ട്. ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ല ഉത്തരം, എൻ്റെ ഉത്തരം ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല. ഐ ആമിൻ്റെ കറക്റ്റ് നെഗറ്റീവാണ് ആദ്യം ഇട്ടത്. അപ്പോഴേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ആം ഐ, ഞാൻ പറഞ്ഞത് ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ. ഇവിടെ ഉണ്ട്, ആണ്ട് ആം ഐ, ആം എന്നെ എടുത്തിട്ടു. ഇനി ഇവിടെ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം എഴുതിയെടുക്കുക. ഐ ആം കറക്റ്റ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഐ ആം കറക്റ്റ്. ഐ ആം കറക്റ്റ്. ഐ ആം കറക്റ്റ്. ഇനി ആമിൻ്റെ ഐ എന്നല്ല ചോദിക്കേണ്ടത്, ആറിൻ്റെ ഐ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഈ ആം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ ആം ഉണ്ടപ്പോൾ നെഗറ്റീവ് ടാഗിൽ ആമിൻ്റെ ഐ അല്ല, ആറിൻ്റെ ഐ. അത് ലെറ്റൻ ബേസ്ഡ് ഇംഗ്ലീഷിൻ്റെ നിയമമാണത്. അവരെങ്ങനെയാണ് പ്രയോഗിച്ചു വന്നത്, ഇപ്പോഴും പ്രയോഗിക്കുന്നത്, ഇനി പ്രയോഗിക്കുന്നു അങ്ങനെ തന്നെ. സോ വി കാണ്ട് ചേഞ്ച് ഇറ്റ്. നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല, പഠിച്ചു വെക്കുക മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് ദേ യൂസ് ഇൻ സച്ച് എ വേ. അപ്പോൾ പഠിച്ചോളൂ. ഐ ആം ഇൻ കറക്റ്റ്. ടാഗ് എന്താണ്? എം ഐ. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് പോസിറ്റീവ് ടാഗ്. ഇവിടെ ആ പോസിറ്റീവ് ടാഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ഐ ആം കറക്റ്റ്. ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലേ?
എൻ്റെ ഉത്തരം ശരിയാണ് അല്ലേ? ഐ ആം കറക്റ്റ്. ആറിൻ്റെ ഐ. അപ്പോഴെവിടെയാണ് പ്രസ്താവന? ആമിൽ പോസിറ്റീവായി വരുമ്പോൾ ടാഗിൽ ആറാണ് ചേർക്കേണ്ടത്. ആറിൻ്റെ ഐ. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ആർ. ഒന്നും കൂട്ടി പറയാനില്ല. പ്രധാനക്രിയയും സഹായക്രിയയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. സഹായക്രിയയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പ്രധാനക്രിയയാണെന്ന് മാത്രം നിൽക്കുന്നത് സഹായക്രിയയായിട്ട്. വി ആർ ഇൻ ദി സ്ലേവ്സ്. ഇതേ രീതി തന്നെ എഴുതിയത്. ആ സ്റ്റൈൽ മാറ്റണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അടിമകളല്ല. ഇപ്പം ബ്രിട്ടീഷുകാർ വന്ന് നമ്മളോട് ഇവിടെ അടിമകളെപ്പോലെ പെരുമാറി. ഹിറ്റ്ലർ മനുഷ്യരോട് അടിമകളെപ്പോലെ പെരുമാറി. അടിമകളെപ്പോലെയല്ല, അടിമകളാക്കി. അപ്പം മനുഷ്യർ പറയാണ്, നമ്മൾ പറയാണ് വി ആർ ഇൻ ദി സ്ലേവ്സ്. നമ്മൾ അടിമകളല്ല, അല്ല ഞങ്ങൾ അടിമകളല്ല. നമ്മൾ അവരോട് പറയാണ് ഞങ്ങൾ അടിമകളല്ല. വി ആർ ഇൻ ദി സ്ലേവ്സ്. ആർ വി? അങ്ങനെയാണോ? ഞങ്ങൾ അടിമകളാണോ? അതാണ് വി ആർ ഇൻ ദി സ്ലേവ്സ് എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ആർ വി എന്ന പോസിറ്റീവ് ടാഗ്. ഇനി തിരിച്ചിട്ടു. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മളൊക്കെ മനുഷ്യരാണ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. എഴുതിയെടുക്കണം. വീണ്ടും പറയാണ് എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് പഠിക്കണം. വി ആർ ഇൻ ദി സ്ലേവ്സ്. വി ആർ ഇൻ ദി സ്ലേവ്സ്. ടാഗ് എന്താണ്? ആർ വി. ഇവിടെ പ്ലൂറലൊന്നും ഉപയോഗിച്ചില്ല. ഇതേ പ്രൊനൗണിൽ തുടങ്ങി ഇവിടെ പ്രൊനൗൺ തന്നെ എടുത്തിട്ടു. ഇവിടും പ്രൊനൗണിൽ തന്നെ തുടങ്ങി. എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യേണ്ട കാലം അത് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 പേരോ 3 പേരോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ദേ എന്ന് ഉപയോഗിക്കുന്നത്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ മനുഷ്യരാണ്. അല്ലേ? അതാണ് ആർ ഇൻറ്റു വി. അല്ലേ? വി ആർ ഹ്യൂമൻ ബീയിങ്സ്. ആർ ഇൻറ്റു വി. ഈസിലേക്ക് വന്നോളൂ. ഇറ്റ് ഈസ് ഇൻ ഈസി. ഇതത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് ഇൻ ഈസി. ഇറ്റിന് ഈസി ചേർത്തു. ഹിക്കും ഷീക്കും ചേർക്കാം. ഇറ്റ് ഈസ് ഇൻ ഈസി. ടാഗ് എന്താണ്? ഈസ് ഇറ്റ്? ആണോ? ഇതത്ര എളുപ്പമാണോ? ഇറ്റ് ഈസ് ഈസി. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. അപ്പോഴേ നെഗറ്റീവ് ടാഗ്. ഈസ് ഇൻ ഇറ്റ്? അല്ലേ? ഇത് എളുപ്പമല്ലേ? So these are am, are, is. Once again, I am in the correct. Am I? I am correct. Are in I. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. We are in the slaves. Are we? We are human beings. Are in the we. It isn't easy. Is it? It is easy. Isn't it? യെസ്. പാസ്റ്റിൻ്റെ രൂപമാണ് നേരത്തെ ബാക്കി വന്നത്. ദാറ്റ് ഈസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു. ആം എന്ന വാക്ക് ഉപയോഗിച്ചു. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റാണല്ലോ വോസ്. ആറിൻ്റെ പാസ്റ്റാണ് വേർ. വാസ്. ഹരിത എഴുതിയെടുത്തോളൂ. ഹരിത was sleeping. ഞാനവിടെ വന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഹരിത ഉറങ്ങുകയായിരുന്നു. ഹരിത was sleeping. was in the she അല്ലായിരുന്നു. ഹരിത was sleeping. was in the she. ഹരി അവിടെ ഇല്ലായിരുന്നു. ഹരി was in the there. was he? Harita wasn't sleeping. Harita was sleeping. Wasn't she? Hari wasn't there. Was he? Was ഉപയോഗിച്ച് നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കി. was ഉപയോഗിച്ച് പോസിറ്റീവ് ടാഗ് ഉണ്ടാക്കി. ഇനി വേർ. They were strangers.
അവരപരിചിതരായിരുന്നു അല്ലേ? വേറിൻഡ് ദേ, വേറിൻഡ് ദേ, ദേ വർ സ്ട്രേഞ്ചേഴ്സ്. എഴുതിക്കോളൂ, ദേ were strangers. They were strangers. കൊമേഡ ടേഗ് എഴുതുക, വേറിൻഡ് ദേ, വേറിൻഡ് ദേ. എന്നാൽ they weren't thieves. അവർ കള്ളന്മാരായിരുന്നില്ല. they weren't thieves ആയിരുന്നു. വേർ ദേ, ദേ വേറിൻഡ്, അതുകൊണ്ട് വേർ ദേ. ഇപ്പം വാസ് ഉപയോഗിച്ചു, വേർ ഉപയോഗിച്ചു. ഹരിത വാസ് സ്ലീപ്പിംഗ്, വാസ് ഇൻ ഷീ. ഹരി വാസ് ഇൻ ദർ, വാസ് ഹി. വേർ ദേ വേർ സ്ട്രേഞ്ചേഴ്സ്, വേറിൻഡ് ദേ. ദേ വേറിൻഡ് തീവ്സ്, വേർ ദേ. പ്രൈമറി ഓക്സിലറീസിലെ അവസാനത്തെ 3 എണ്ണം വളരെ സിമ്പിളാണ്. ആ വാക്കെടുത്ത് എഴുതാനേ ഉള്ളൂ. അവിടെ 2 മാഷ് ഓരോന്ന് എഴുതിയിട്ടുള്ളൂ. ഹാവ്, യു ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. നീ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ലേ? ഹാവിൻ്റെ യു, യു ഹാവ്. പണ്ട് ഇവിടെ ഫിനിഷ്ഡ് നോക്കരുത്. സഹായക്രിയ ഒന്നാമത്താണ് എടുക്കേണ്ടത്. ഫിനിഷ്ഡിൽ ഇ ഡി ഉണ്ടല്ലോ എന്ന് സംശയമൊക്കെ തോന്നിയേക്കാം. അത് നേരിട്ട് ക്ലാസ്സിലല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഓക്സിലറി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കില്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. നോക്കൂ, അതുകൊണ്ടാണ് ഹാവ് എടുത്തത്. ഫിനിഷ്ഡ് നോക്കേണ്ട. ഹാവാണ് ഇവിടുത്തെ ലീഡിങ് സഹായക്രിയ. അതുകൊണ്ടാണ് അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഹേഡെത്തിയ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇവനാണ് മികവുള്ള ആൾ. യു ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. നീ ഇത് പൂർത്തിയാക്കി. ഇല്ലേ? ഹാവിൻഡ് യു, ഹാവിൻഡ് യു. എഴുതിക്കോളൂ, യു ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. കൊമേഡ ഹാവിൻഡ് യു. ഇനി ഹാസ് ആണ്. അർജുൻ ഹാസിൻഡ് ഹേഡ് ഇറ്റ്. അർജുൻ അത് കേട്ടിട്ടില്ല. അവൻ ആ ചരിത്രം കേട്ടിട്ടില്ല. അവൻ ആ കഥ കേട്ടിട്ടില്ല. അർജുൻ ഹാസിൻഡ് ഹേഡ് ഇറ്റ്. അർജുൻ ഹാസാണ് സഹായക്രിയ. ഇൻ്റെ നെഗറ്റീവാണ്. അർജുൻ ഹാസിൻഡ് ഹേഡ് ഇറ്റ്. ഉണ്ടോ? ഹാസ് ഹി. അവൻ കേട്ടിട്ടുണ്ടോ? അവൻ കേട്ടിട്ടില്ല. ഒന്നുകൂടി, യു ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. ഹാവിൻഡ് യു. അർജുൻ ഹാസിൻഡ് ഹേഡ് ഇറ്റ്. ഹാസ് ഹി. ഹാഡാണ്. വി ഹാഡ് സം ഡെപ്റ്റ്സ്. നമുക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. ഇല്ലേ? ഹാഡിൻഡ് വി. കണ്ടോ? വി ഹാഡ് സം ഡെപ്റ്റ്സ്. ഹാഡിൻഡ് വി. ഇല്ലായിരുന്നോ? അപ്പോൾ ഹാഡ്, ഹാഡിൻഡ്. എന്നാൽ വി ഹാഡൻറ്റ് ഗോൺ ദർ. ഞങ്ങളവിടെ പോയിട്ടില്ലായിരുന്നു. ഞങ്ങളവിടെ പോയിട്ടില്ലായിരുന്നു. വി ഹാഡിൻറ്റ് ഗോൺ. കണ്ടോ? V3 വന്നത്. അതിനെപ്പറ്റി നോക്കാനേ ഇല്ല. അതുപോലെ തന്നെയാണ് നേരത്തെ ഫിനിഷ്ഡ് വന്നത്. നോക്കാനില്ല. നോക്കേണ്ടത് ഹാഡിനെയാണ്. വി ഹാഡിൻറ്റ് ഗോൺ ദർ. ഹാഡ് വി? നമ്മൾ പോയിരുന്നു ഇല്ലല്ലോ. ഹാഡ് വി? സോ ദിസ് ഈസ് ദ പ്രൈമറി auxiliaries that we practiced this today. Do ചെയ്തു, does ചെയ്തു, did ചെയ്തു, am ചെയ്തു, are ചെയ്തു, isഉം wasഉം വേറും ചെയ്തു. ഹാവും ഹാസും ഹാഡും പ്രൈമറി auxiliaries ഇവിടെ കറക്റ്റാക്കി. ഇനി നാളെ വില്ലും ഷാലും വെച്ചുള്ള അടുത്തതാണ് അടുത്ത ക്ലാസ്. ലെറ്റ് us practice it in the next class. Thank you.